ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് മാറ്റി. വെള്ളിയാഴ്ച പുറത്തുവന്ന കോടതി ലിസ്റ്റിൽ ജഡ്ജി യശ്വന്ത് വർമ്മ പരിഗണിക്കുന്ന കേസുകളും ഉൾപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ പുതുക്കിയ ലിസ്റ്റിൽ യശ്വന്ത് വർമ്മയെ ഒഴിവാക്കി. സിബി ചേരുന്നു. സിബി, ഈ കേസ് ഓരോ ദിവസവും കൂടുതൽ സങ്കീർണമായി വരികയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു, 3 അംഗ സമിതിയെ നിയോഗിക്കുന്നു. അതേസമയം തന്നെ യശ്വന്ത് വർമ്മ പറയുന്നത് തന്നെ ആരോ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, തൻ്റെ വീട്ടിൽ നിന്ന് ഈ തുകയൊന്നും കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കത്തിപ്പോയിട്ടില്ല എന്നൊക്കെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? ഷമി, ഈ യശ്വന്ത് വർമ്മയുടെ ഈ കേസ് ഇന്നിപ്പോൾ പാർലമെന്റിൽ കൂടി ഈ ഒരു വിഷയം എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി കൊളീജിയം ഇപ്പോൾ 3 അംഗ സമിതി എന്ന നിലയും ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ ഇന്ന് അദ്ദേഹത്തിന്റെ ചില കേസുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ ബെഞ്ചും ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് വെള്ളിയാഴ്ച ഇറക്കിയ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ചയാണ് സുപ്രീം കോടതി അദ്ദേഹത്തെ ഇത്തരത്തിൽ മാറ്റിയതായി, ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് മാറ്റിയതായി അറിയിച്ചത്. എന്തായാലും വെള്ളിയാഴ്ച വന്ന ലിസ്റ്റ് ഇന്നിപ്പോൾ തിങ്കളാഴ്ച പുതുക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് പരിഗണിക്കുന്ന ലിസ്റ്റ് എല്ലാം തന്നെ നീക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ജുഡീഷ്യറിയിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഇന്നിപ്പോൾ പാർലമെന്റിൽ വീണ്ടും ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറും ജുഡീഷ്യറിയുടെ വിശ്വാസ കത്ത് സൃഷ്ടിക്കണം, ഇത് ഗൗരവമായ വിഷയമാണ് ചൂണ്ടിക്കാട്ടി ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ രാജ്യസഭാ നേതാവായ JP നദ്ദയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടുന്ന ഒരു യോഗം ഈ രാജ്യസഭാ അധ്യക്ഷന്റെ ചേംബറിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് V ശിവദാസൻ MP അടക്കം അടിയന്തര പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ നൽകിയിരുന്നു. ലോക്സഭയിൽ കോൺഗ്രസും നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ജുഡീഷ്യറിയിലുണ്ടായ ഈ ഒരു വലിയ നാണക്കേട്, ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പാർലമെന്റിൽ മറ്റു നടപടികളിലേക്ക് പോയില്ല. ഇന്ന് കർണാടകയിലെ നിയമസഭയിൽ പാസാക്കിയ അല്ലെങ്കിൽ നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധം ഭരണപക്ഷം ഉയർത്തുകയും അതേ തുടർന്ന് ഇന്നിപ്പോൾ പാർലമെന്റിലെ ഇരു സഭകളും 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും DK ശിവകുമാറിന്റെ പരാമർശം ഉന്നയിച്ചായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നിപ്പോൾ രാജ്യസഭയിൽ ആദ്യം സംസാരിച്ചത്. അതായത് നിർമ്മാണ കരാറുകളിൽ 4% സംവരണം ഏർപ്പെടുത്താനുള്ള കർണാടക നിയമസഭയിലെ ഭേദഗതി ഇത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഭരണഘടനയെ അട്ടിമറിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രാജ്യസഭയിൽ കിരൺ റിജിജു ഈ വിഷയം ഉന്നയിച്ചത്. അതുകൂടാതെ അവിടെ JP നദ്ദയും ഈ വിഷയം ആവർത്തിച്ചു. പിന്നീട് ഭരണ പ്രതിപക്ഷ വാക്പോരായി മാറി. ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് NDA സർക്കാരാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ചടിച്ചു. അങ്ങനെ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭ ഇന്ന് 2 മണിവരെ പിരിഞ്ഞു. ലോക്സഭയിലും സമാനമായ രീതിയിൽ കിരൺ റിജിജു തന്നെ ഈ ഒരു ആവശ്യം ഉയർത്തിയപ്പോൾ അവിടെയും പ്രതിപക്ഷ ബഹളമായി ഈ രീതിക്ക് സഭ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു യോഗം അതിനിടയിലാണ് ഈ ഒരു 11:30 യോഗം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാജ്യസഭാ അധ്യക്ഷന്റെ ചേംബറിലാണ് ഈ ഒരു ജഡ്ജിയുടെ വിഷയത്തിലുള്ള യോഗം തുടരുന്നത്. സ്വാഭാവികമായും ഇംപീച്ച്മെന്റ് നടപടി അടക്കമല്ല നിലയും കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് നീങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാം. പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് നിയമപരമായി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ അത്തരം നടപടിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നെല്ലാം നിലയും വിശദമായ രീതിയിലുള്ള ചർച്ചകൾ ആവശ്യമായി വരും. എന്തായാലും ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യണം. ജുഡീഷ്യറിയുടെ സുതാര്യതയെ മാനിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 3 അംഗ സമിതി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഷമി, സിബിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.